റോസേ തൊമ്മ, ഇത് അങ്കിളിന്റെ വീടാണെന്ന്. എന്റെ പുണ്യാളാ. എടി മറിയാമേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കാണ്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറി. ചെല്ലേ ചെല്ലു മക്കളെ. ഒരു കഥയില്ലാത്തവളാ, ഒന്നും തോന്നരുത്. പിള്ളേരും മോശമല്ലേ? നമ്മുടെ അല്ലേ? നമ്മുടെ എന്റെ. അങ്ങനെ ഞാൻ പേടിച്ചു പോയി. അറിയാമേ കർത്താവേ, ഇത് അടിക്ക് പിടിച്ചല്ലോ. ഉപ്പ് ഇത്തിരി കൂടുതലാ. ഓ, എന്തൊരു എരിവായതിന്. കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. സ്പൂൺ കഴുകാതെ അതിൽ തന്നെ ഇട്ടെന്തിനാ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ശ്രദ്ധയാ. ഓ പിന്നെ, ചുണ്ടിലൊന്നും മുട്ടിന്ന് വെച്ചപ്പോ എന്നാ വരാനാ? ഞങ്ങൾക്കാർക്കും ഇവിടെ പകരുന്ന രോഗമൊന്നുമില്ലേ എന്റെ അപ്പാ. ആ പിള്ളേരെ നടക്കെടുത്ത് ഇല്ലിപ്പൊ തന്നെ ഇറക്കി വിടും. പിള്ളേരടങ്ങാനും കളിച്ച് നടക്കട്ടെ. ഇത് എന്റെ പാട് നോക്ക്. പാട് നോക്ക്. അപ്പനെ കയറി കൂരിന്ന് ആ കണക്കായിപ്പോയി. ഇങ്ങോട്ട് വാങ്ങിക്കടാ. എന്ത് വേണം? ഈ കുട്ടികളെ നിലയ്ക്ക് നിർത്തണം. ഇതെന്താ ഭ്രാന്താലയമാണോ? എന്റെ കുഞ്ഞുങ്ങളെ പ്രാന്തന്മാരെന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. നിങ്ങൾ കളിച്ചോ പിള്ളേരെ. രാജ, അന്നേ ഞാൻ പറഞ്ഞതാ സംസ്കാരം ഇല്ലാത്ത നിങ്ങളെ ഒന്നും വീട്ടിൽ വിളിച്ച് കയറ്റരുതെന്ന്. എടാ രാജ, എന്താടാ ഇതൊക്കെ? ചന്തയാണോ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ. ശരി സാർ. ആരാ രാജ ഇത്? പിള്ള സാറ്, മാനേജരാ. അത്രേ ഉള്ളൂ. പോവാൻ പറ. അയ്യയ്യയ്യയ്യ, നല്ല ചേലായിട്ടുണ്ട്. കുടിച്ചു കൂത്താടിയാണല്ലോ വരുന്നത്. നിങ്ങളോ നശിച്ചു. ഇനി ഈ കൊച്ചിനെയും കൂടെ ചീത്തയാക്കണോ? അയ്യോ, ഇക്കാര്യത്തിൽ ഇവനാ എന്റെ ഗുരു. ആ മാനേരെ കൂടെ വിളിക്കട്ടെ. വിളിച്ചിപ്പോ വരും. എന്തോ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. പിള്ളേര് കഴിക്കേ. അങ്കിളിന്റെ കൂടെ ഇരിക്കണം. അപ്പൻ്റെ കൂടെ ഇരിക്കാം. വേണ്ട, അങ്കിളിന്റെ കൂടെ ഒന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഹലോ, കുറേശ്ശെ കൊടുക്കണോ കൊച്ചാ? വെള്ളം തരാം. എന്താണ് കാണിച്ചത്? അത് പോട്ടെ. അങ്കിലിരിക്കേ. ഈ ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. കുറെ കാലത്തിനിടയ്ക്ക് രാജീവ് ഇവിടുന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടല്ലോ. ആഹാ, അപ്പൊ നേരത്തിന് വീട്ടിൽ വരുമ്പം തീറ്റയൊന്നും ഇല്ല അല്ലേ? കെട്ടികളും കുട്ടികളൊന്നും ഇല്ലാത്തതിന്റെ കേടാ. അപ്പച്ചോ, നമ്മുടെ ശങ്കരനാരുടെ ഒരു മോളില്ലേ, ഇങ്ങോട്ടൊന്ന് നോക്കിയാ പറ്റും. ഇത്രയും മുടിയായിട്ടൊരു പെണ്ണ്. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഇത്തിരി ഉണ്ടയായി എന്നൊരു കുറവേ ഉള്ളൂ. ഓ, പൊക്കത്തിൽ എന്നാന്ന് ഇപ്പൊ എത്ര വലിയ കാര്യം. അതെ, അത് ഞാൻ സമയമാകുമ്പോ മറിയാമ്മയോട് പറഞ്ഞോളാം. എന്നെ വിളിച്ച മറിയാമ്മയോ? സ്വത്തും പണം ഉണ്ടെന്ന് വിചാരിച്ചേ മൂത്തവരെ കയറി പേര് വിളിക്കണമെന്നില്ല. ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ല പിന്നെ ഒരു കഥ പറയെങ്കിൽ, ഒരു കഥ പറയെങ്കിൽ. കഥയൊക്കെ നാളെ പറയാം.
വിടില്ല. പറയാം. ഒരിടത്ത് ഒരു രാജാവുണ്ട്. കഥയല്ല, ഇത് വേറെ കഥ, വേറെ രാജാവിന്റെ കഥ. ഒരിടത്ത് വേറൊരു രാജാവുണ്ട്. ഒരു ഉറക്കം തൂങ്ങി രാജാവ്. ആ രാജാവ് എപ്പോഴും ഉറക്കുക. കട്ടില് കണ്ട ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും അയാള്. എന്നിട്ട് അത്രേ ഉള്ളൂ. ഏത് നേരത്തെ എനിക്ക് ബുദ്ധി തോന്നിയത്. പറയാം. അപ്പോഴേ ഈ രാജാവിനൊരു ഗുണമുണ്ട്. ഈ രാജാവിനെ ആരെങ്കിലും തൊട്ടാ അവരങ്ങ് ഉറങ്ങിപ്പോവും. ഇപ്പൊ മന്ത്രി എന്ന് തൊട്ടാ മന്ത്രി ഉറങ്ങും, റാണി എന്ന് തൊട്ടാ റാണി ഉറങ്ങും, രാജകുമാരി എന്ന് തൊട്ടാ രാജകുമാരി ഉറങ്ങും. ഇപ്പൊ ഞാൻ രാജാവ്, എന്നെ തൊട്ടെ ആടാ ഉറങ്ങിയാണ്ടോ? മോള് തൊട്ടെ മോളുറങ്ങി, മോൻ തൊട്ടെ മോനും ഉറങ്ങി. അങ്ങനെ ആ രാജ്യം മുഴുവൻ ഒരു രാത്രിയും പകലും കിടന്ന് ഉറങ്ങി. എന്നിട്ട് അത്രേ ഉള്ളൂ. ഈ കറിയാത്തിന് ഉറക്കം ഇത്രയും പ്രയാസമില്ല. എന്നിട്ട് രാവിലെ രാജാവ് എണീറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ച് അഭ്യസിപ്പു. മണ്ണിൽ നീളെ ഇതാ ആയിരം വാസരം പ്രാണനിൽ പൂക്കും നേരം. എങ്ങും ആരാമ ഭംഗിയാ, ഉള്ളിൽ ആനന്ദ വീതിയാ, ഇന്നിൽ ഏകാന്ത വീതി. ഇളം വർണ്ണക്കിളികൾ പകരുമൊരേതോ അഴകിൽ ചിഞ്ചിലം തേൻമൊഴി ചിന്തുകൾ മണ്ണിൽ നീളെ ഇതാ. കൊച്ചു കൈകൾ നെയ്യുമോളമോ ഇന്നു നെഞ്ചിൻ താളമാ. ചാരേ കൊച്ചു കൈകൾ നെയ്യുമോളമോ ഇന്നു നെഞ്ചിൻ താളമാ. പൂക്കാലമേകും പുളകമോടെ ഉല്ലാസമാകുമുദയമൊന്നിൽ ഭൂമിയിൽ നിറഞ്ഞിടും നിറങ്ങൾ തൻ കണങ്ങൾ വാരിച്ചൂടി. ഇളം വർണ്ണക്കിളികൾ പകരുമൊരേതോ അഴകിൽ ചിഞ്ചിലം തേൻമൊഴി ചിന്തുകൾ മണ്ണിൽ നീളെ ഇതാ. ആയിരം വാസരം പ്രാണനിൽ പൂക്കും നേരം. എങ്ങും ആരാമ ഭംഗിയായി, ഉള്ളിൽ ആനന്ദ വീതിയായി, ഇന്നിൽ ഏകാന്ത വീതിയിൽ ഇളം വർണ്ണക്കിളികൾ പകരുമൊരേതോ അഴകിൽ ചിഞ്ചിലം തേൻമൊഴി ചിന്തുകൾ മണ്ണിൽ നീളെ ഇതാ. മതിയടാ, അങ്കിളിന് ശ്വാസം മുട്ടുന്നു. പാവം അങ്കിളിന് ശ്വാസം മുട്ടിയോ? കളിച്ചത് മതി, വേഗം പോയി കുളിച്ച് കുപ്പായൊക്കെ മാറ്. പോണ്ടേ നമുക്ക്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. തൊമ്മ, അങ്കിളിനെ നമുക്ക് കൊണ്ടുപോയില്ലേ? അമ്മയ്ക്ക് നമുക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യരി, ഒരു കുടുംബം അടച്ചിട്ടേച്ചും പോന്നിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഉള്ള പച്ചമുളകും കണ്ടിച്ചേമ്പും കണ്ടോര് കേട്ടോണ്ട് പോയിട്ടുണ്ടാവും. വാ, വേഗം വന്ന് കുളിച്ച് യാത്രയാവ്.
പിള്ളേർക്ക് രാജീവിനെ പിരിയാൻ തോന്നുന്നില്ല. അടുത്ത സ്കൂൾ വീട്ടിൽ വരാടാ. വെറുതെ വേണ്ടാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. അടുത്ത സ്കൂൾ വീട്ടിനെ ഇയാൾ വേറെ വല്ലയിടത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അതിപ്പോ എവിടെയായാലും വരാലോ. കേറങ്ങോട്ട്. താനൊന്ന് മടങ്ങും. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. എടാ രാജീവ, ഞങ്ങളുടെ വീട്ടിലേക്ക് മരണം കേട്ടോ. അപ്പൊ നല്ലാട്ടെ. അങ്കിളിന് ടാറ്റ പറഞ്ഞോളാം. ടാറ്റ.